ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശിനോട് മനോരമ കിടന്ന് തട്ടിക്കയറാണേ. അവർ വരുന്നത് മുൻകൂട്ടി നിന്നോട് പറയാതിരുന്നതിൽ നിനക്ക് ദേഷ്യം കാണും. പക്ഷെ സത്യമായിട്ടും ബേബി മുൻകൂട്ടി പറഞ്ഞിട്ടല്ല അവിടേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ആകാശിനോട് പറയുന്നതെന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അവർ മുൻകൂട്ടിയോ അല്ലാതെയോ വരട്ടെ, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. വിവാഹം കഴിക്കുന്നെങ്കിൽ അത് പ്രീതിയെ മാത്രമായിരിക്കും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, എന്താടാ നീ പറയുന്നത്? നീ സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? എന്താ അമ്മയ്ക്ക് അത് കേട്ടിട്ട് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ഈ ബന്ധത്തിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയണേ. നീ ഇപ്പോൾ ഈ ബന്ധത്തിന് ഇവിടുന്ന് ആരും സമ്മതിച്ചില്ലെങ്കിൽ തന്നെ അവളുടെയും അവളുടെ കുടുംബക്കാരുടെയും സമ്മതം മാത്രം മതി. ഞാൻ ചിലപ്പോൾ വിവാഹം കഴിച്ചെന്നിരിക്കും എന്ന് പറയട്ടോ ആകാശ്. എന്താടാ നീ പറയുന്നത്? യു ചീറ്റ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരിക കേട്ടോ. മോഹനേട്ടാ, ഇവൻ പറയുന്നത് കേട്ടില്ലേ എന്ന് പറയുമ്പോൾ, അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി നമ്മൾ അതിന് സമ്മതിക്കായിരിക്കും മനോരമ, നന്നായിരിക്കുക എന്ന് പറയുമ്പോൾ, അത് ശരി, അവളെ ഈ കുടുംബത്തിലേക്ക് കയറ്റണം എന്നാണോ നിങ്ങളും ഈ പറയുന്നത്? എങ്കിൽ ഇവൻ എൻ്റെ ഡെഡ് ബോഡിയിൽ ചവിട്ടിയിട്ടായിരിക്കും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലാതെ ഞാൻ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. ആകാശ് ബേബി, നീ ഇതുവരെ പറഞ്ഞതൊക്കെ അമ്മ മറക്കും. നീ അവരോട് ചെന്ന് സോറി പറ എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, സോറി ഒന്നും ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടാന്ന് പറയുമ്പോൾ പഴയ പെണ്ണ് കാണാൻ വന്ന അവരുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എക്സ്ക്യൂസ് മീ, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട്, അയ്യോ സാർ ഇറങ്ങല്ലേ, ആക്ച്വലി ഞാനും മോനും തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവൻ വെറുതെ ഫണ്ണി ആയിട്ട് പറഞ്ഞതാ. അല്ല സാർ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ഞാൻ ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇനി കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക്സ്, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ അയാൾ പോവാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറയാണ്, എന്തിനാ മനോരമ അവനെ ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിന് നീ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്? അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടമുള്ള ബന്ധത്തിന് ഞാൻ സമ്മതിക്കണമെന്നാ? ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, നെവർ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ആ കീറസാരിക്കാരിയുടെ ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം ഈ മനോരമയോടെ കളി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് പോവാട്ടോ. പിന്നീട് മനോരമ ശ്രുതിയുടെ വീട്ടിലേക്ക് വിളിക്കാൻ കേട്ടോ. പ്രീതിയാണ് ഫോൺ എടുക്കുന്നത്. ഹലോ എന്ന് വിളിച്ചതും, എടി കീറസാരിക്കാരി, നീ എന്തുദ്ദേശിച്ചാടി ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഹലോ ഇതാരാ? നിനക്കെന്നെ മനസ്സിലായില്ലേടി? ഞാൻ സായിറാം കുടുംബത്തിൽ നിന്നേ മനോരമയാണ് വിളിക്കുന്നത്. അയ്യോ ആൻറ്റി, ശ്രുതിയല്ല സംസാരിക്കുന്നത്, പ്രീതിയാണെന്ന് പറയുമ്പോൾ, എടി മൂദേവി, നിന്നോട് തന്നെയാണ് എനിക്ക് സംസാരിക്കേണ്ടത്. ഞാൻ ഒന്ന് ഒരുങ്ങി ചമഞ്ഞ് വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നീ എന്ത് കാണിച്ചാടി എൻ്റെ മകനെ കറക്കിയെടുത്തു? കണ്ണും കലാശവും കാണിച്ച് എൻ്റെ മകൻ്റെ പിന്നാലെ നടന്ന് നിനക്ക് എൻ്റെ മോനെ കല്യാണം കഴിക്കണല്ലേടി? അതിന് ഈ മനോരമ ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചര്. എന്താടി നീ ഒന്നും മിണ്ടാത്തത്? എൻ്റെ വായിൽ നിന്ന് എന്താ മുത്തുപൊഴിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പ്രീതി അങ്ങ് കരയാണേ. അവസാനമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി എങ്ങാനും എൻ്റെ മോനെ വിളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാട്ടോ ഫോൺ. അതിനുശേഷം നമ്മുടെ പ്രീതി ആകാശിനെ വിളിക്കാട്ടോ. ഹലോ പ്രീതി എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രീതി പറയുന്നുണ്ട്, എനിക്ക് ബന്ധത്തിന് താല്പര്യമില്ല, എന്നെ മറന്നേക്കണം, ഇനി ഒരിക്കലും സാർ എന്നെ വിളിക്കരുത് എന്നൊക്കെ പറയാട്ടോ. അതെന്താ പ്രീതി നീ അങ്ങനെ പറയുന്നത്? നമ്മളൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞതല്ലേ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല സാർ, അതിനുള്ള കാരണം എന്താന്ന് പറയേ പ്രീതി എന്ന് പറയുമ്പോൾ, സാറിന്റെ അമ്മ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് പറയട്ടോ. എന്താ അമ്മ അങ്ങോട്ട് വിളിച്ചിരുന്നോ? അമ്മ പറഞ്ഞതൊന്നും സാറിനോട് പറയാൻ പറ്റില്ല, പക്ഷെ ഈ ബന്ധം നടക്കില്ല എന്ന് പറയട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ സ്വത്തും മുതലും കണ്ടിട്ടല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ഇങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ സാറിനെ പോലെ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇതിന് സമ്മതം മൂളിയത് എൻ്റെ തെറ്റാണ്. സാരല്ല സാർ, സാറ് വിഷമിക്കണ്ട, സാറിന് എന്നെക്കാളും സൗന്ദര്യമുള്ള സ്വത്തുള്ള പെണ്ണിനെ തന്നെ കിട്ടും, ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കരുതെന്ന് പറഞ്ഞ് കട്ട് ചെയ്യണേ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയാണ് പ്രീതി ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി എത്താണ്. എന്താ ചേച്ചി, എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഒന്നുമില്ല ശ്രുതി, ചേച്ചി ഇപ്പൊ ആരെ വിളിച്ചേ? ഞാൻ ആകാശ് സാറിനെ വിളിച്ചിട്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ, എന്താ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇനിയിപ്പോ എന്താ ഇവിടെ ഉണ്ടായെന്ന് ചോദിക്കട്ടോ. ചേച്ചി ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ആകാശ് സാറിന്റെ അമ്മ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. അത് ശരി, ഒക്കെ നമ്മുടെ അശ്വന്ത് സായിറാം ഏറ്റതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ ചേച്ചി? അതൊന്നും ശരിയാവില്ല ശ്രുതി, നമുക്ക് ഈ ബന്ധം മറക്കാം എന്ന് പറയുമ്പോൾ, അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയിട്ട് അശ്വിനെ വിളിച്ചിട്ട് പറയാട്ടോ കാര്യങ്ങള്. ഹലോ അശ്വിൻ സാറേ, നിങ്ങളൊരൊറ്റ ആളുടെ വാക്കിന്റെ പുറത്താണ് ഞാനും എൻ്റെ ചേച്ചിയും വിവാഹത്തിന് സമ്മതിച്ചത്. അതിനിപ്പോൾ എന്താ? അതെനിക്കറിയാവുന്ന കാര്യമല്ലേ, അതിന് നിനക്കെന്ത് വേണം എന്ന് ചോദിക്കട്ടോ. എനിക്കൊന്നും വേണ്ട, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു എതിർപ്പും ഇല്ലാതെ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചോളാം എന്ന്. നിങ്ങളുടെ മാത്രം ചുമതലയാണ് മിസ്റ്റർ, അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കട്ടോ. നിങ്ങൾ അറിഞ്ഞിട്ടാണോ നിങ്ങളുടെ വീട്ടിലുള്ളവർ എൻ്റെ ചേച്ചിയെ ഇൻസൾട്ട് ചെയ്യാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും?
അത് നിങ്ങളുടെ അറിവോടെയാണോ എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ എൻ്റെ അറിവോടെ ആണെങ്കിൽ നിനക്കെന്തടി വിളിക്കാതെ വെച്ചിട്ട് ഒന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ. തുടർന്ന് നമ്മുടെ മനോരമയുടെ അടുത്ത് അഞ്ജലിയും ലാവണ്യൊക്കെ നിൽക്കാട്ടോ. അപ്പോൾ ചുമരിൽ പോയിട്ട് നെറ്റിയിടിക്കുന്നു. ഓരോ പ്രകടനങ്ങളാണ് കേട്ടോ കാഴ്ചവെക്കുന്നത്. എൻ്റെ മൈ ഗോഡ്, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ. ഉടുതുണിക്ക് മാറാൻ മറുതുണി ഇല്ലാതെ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണല്ലോ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ എങ്ങനെ ഇത് സഹിക്കും എൻ്റെ അമ്മോ എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ഞത്തൊക്കെ ഇങ്ങനെ കുത്തുന്നുണ്ട് കേട്ടോ. അവൾ എൻ്റെ കൊച്ചിനെ കയ്യും കലാശവും ഒക്കെ കാണിച്ചിട്ടായിരിക്കും ഇറക്കിയെടുത്തല്ലേ, അല്ലെങ്കിൽ കൈവശം കൊടുത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അതൊന്നും അല്ല ആന്റി, ആകാശിന് അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാന്ന് പറയാട്ടോ. വാട്ട് ബേബി അഞ്ജലി, നീ ഇങ്ങനെയൊക്കെ പറയരുത്. എങ്കിലും ആ ദരിദ്രവാസി പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ? അവനൊരു പണക്കാരി പെണ്ണിനെ കെട്ടി ജീവിതകാലം മുഴുവൻ ഒരു രാജകുമാരനായിട്ട് ജീവിക്കണമെന്ന അവനെ പെറ്റപ്പോൾ മുതൽ എൻ്റെ ആഗ്രഹം എല്ലാം അവന് നശിപ്പിച്ചില്ലേ. എന്നൊക്കെ ഒരു മോനാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആകാശ് വരെ, എന്താ ഇവിടെ ഒരു ബഹളം, ഇവിടെ ബഹളം എന്നല്ലേ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പെണ്ണിനെയും കെട്ടി ഇവിടെ ജീവിച്ചോളണം, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്ന പറയുമ്പോൾ ആകാശ് അത് അനുസരിക്കുന്നില്ല കേട്ടോ. അമ്മ പറഞ്ഞ പെണ്ണിനെ കെട്ടി ജീവിക്കാൻ എന്നെ കിട്ടില്ല, എന്നാ ഇവിടുന്ന് ഇറങ്ങി പോടാന്ന് പറയട്ടോ. അതെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവന്നെയാ. എൻ്റെ ആഗ്രഹത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനു നിൽക്കണം? അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, പക്ഷെ ഒരിക്കലും ഞാൻ അമ്മ പറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കില്ല എന്ന് പറയാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.